ഇപ്പോൾ പ്രേം ശൈലേഷ് രാഷ്ട്രീയ നിരീക്ഷകൻ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ പ്രേം ശൈലേഷ്, ഈ ഘട്ടത്തിൽ അമേരിക്ക നടത്തുന്ന ഒരു വെളിപ്പെടുത്തൽ എന്നത് 2020 ഈ ഗാൽവൻ സംഘർഷ കാലയളവിൽ ഭാരതത്തിൻ്റെയും ചൈനയുടെയും സൈന്യം വലിയ സംഘർഷങ്ങളിൽ ഏർപ്പെട്ട 2020 ജൂൺ മാസത്തിലെ സാഹചര്യങ്ങൾ നമുക്ക് ഓർമ്മയുള്ളതാണ്. ആ ഒരു സമയത്ത് തന്നെ ചൈന ആ മേഖലയിൽ ഒരു അണുപരീക്ഷണം നടത്തി എന്ന ഒരു പ്രതികരണം ഈ ഘട്ടത്തിൽ അമേരിക്ക നടത്തുകയാണ്. അങ്ങ് ഈ വിഷയത്തിൽ കൃത്യമായ നിരീക്ഷണങ്ങൾ നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണല്ലോ. എങ്ങനെയാണ് ഈ വാർത്തയോട് പ്രതികരിക്കുന്നത്? അമേരിക്കൻ ടീമിന്റെ വെളിപ്പെടുത്തൽ നമുക്ക് കുറച്ച് ആശങ്കയുള്ളത് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈന ഇത്തരം ഒരു പരീക്ഷണം നടത്തുന്നു എന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ അവർ കാലങ്ങൾക്ക് മുന്നേ അത്തരം ഒരു നീക്കത്തിന് തയ്യാറെടുത്തിട്ടുണ്ടായിരിക്കണം. പെട്ടെന്ന് ഇന്ത്യയുമായിട്ടുള്ള ഒരു സംഘർഷത്തിന് ശേഷം അവര് ഇതേപോലെ ഒരു പരീക്ഷണം നടത്തി എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ തന്നെയാണ് അമേരിക്കൻ ടീമിന്റെയും ഒരു നിരീക്ഷണം എന്ന് പറയുന്നത്. കാരണം കാലങ്ങളായിട്ട് ഇപ്പോ ന്യൂക്ലിയർ വെപ്പൺസിന്റെ പരീക്ഷണങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും അമേരിക്ക പണ്ട് മുതലേ തന്നെ, അമേരിക്കയും മറ്റ് ആണവ രാജ്യങ്ങളും പണ്ട് മുതലേ തന്നെ വലിയ രീതിയിൽ അതിലേക്ക് കൂടുതൽ അടുത്ത തലങ്ങളിലേക്ക് കൊണ്ടുപോകാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന ഒരു നീക്കങ്ങളുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിനിടയിൽ ചൈന പോലുള്ള രാജ്യങ്ങൾ മറ്റുള്ള രാജ്യങ്ങളുടെ ഒരു ആശങ്ക കണക്കിലെടുക്കാതെ ധാരാളം ഇത്തരം പരീക്ഷണങ്ങളുമായിട്ട് മുന്നോട്ട് പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും അവർക്ക് ഇത്തരം ഒരു പരീക്ഷണം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് നടത്തിയ ഒരു കവറപ്പ് ആയിരിക്കാം ഗാൽവൻ ക്ലാഷ് എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തിന്റെ ശ്രദ്ധ പെട്ടെന്ന് തന്നെ ഇന്ത്യ ചൈന സ്റ്റാൻഡ് ഓഫ് അല്ലെങ്കിൽ ഇന്ത്യ ചൈന സംഘർഷത്തിലേക്ക് പെട്ടെന്ന് അതിനെ ഡൈവേർട്ട് ആവുകയും ആ സമയം കൊണ്ട് അവർക്ക് അത്തരം ഒരു പരീക്ഷണം നടത്താൻ കഴിയുകയും ചെയ്യും. പക്ഷേ അമേരിക്കയുടെ തന്നെ വെളിപ്പെടുത്തൽ പ്രകാരം ഇത്തരം ഒരു പരീക്ഷണത്തിന്റെ കണ്ടെത്തൽ, അതായത് ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തിയെന്ന് കണ്ടെത്തുന്നത് തന്നെ വളരെ കുറച്ച് ടഫായിട്ടുള്ള ഒരു പ്രോസസ് ആയിരുന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. കാരണം ചൈന എല്ലാവിധ മുൻകരുതലുകളും എടുത്തിട്ടാണ് ഇത്തരം ഒരു പരീക്ഷണം നടത്തുന്നത്. അത് ഒരു 7 ദിവസത്തെ ഗ്യാപ്പ്, ഇപ്പൊ ഗാൽവൻ ക്ലാഷ് നടക്കുന്നത് ജൂൺ 20-നാണ്. അതിനുശേഷം ഒരു 7 ദിവസത്തെ ഗ്യാപ്പിൽ ഇത്തരം ഒരു പരീക്ഷണം നടത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പം സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് ചൈന ഏറെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിന്റെ ഒരു പരീക്ഷണത്തിലായിരുന്നു എന്ന് വേണം നമുക്ക് കണക്കിലെടുക്കാൻ. ശ്രീ പ്രേം ശൈലേഷ്, ഒരു ചോദ്യം കൂടുള്ളത്, ഈ ഭാരതത്തിന്റെയും ചൈനയുടെയും ഒരു സംഘർഷങ്ങളുടെ ചരിത്രം നോക്കുമ്പോൾ ശക്തമായ തിരിച്ചടി മറുപടി ഭാരതം നൽകുന്നത് ഒരുപക്ഷെ 2014 ശേഷമാകാം. കാരണം അതിനു മുൻപ് 62-ലെ യുദ്ധമാണെങ്കിലും പിന്നീട് അതിനുശേഷം പലതവണ സ്റ്റാൻഡ് ഓഫുകൾ ഉണ്ടായി. അരുണാചൽ പ്രദേശ്, സിക്കിം തുടങ്ങി നമ്മുടെ വടക്കുകിഴക്കൻ ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് അവർ കടന്നു കയറി. അന്നൊന്നും ഒരു ശക്തമായ മറുപടിയോ അല്ലെങ്കിൽ ഒരു പ്രതിരോധമോ നമ്മുടെ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ സൈന്യത്തിന് ന്യൂഡൽഹിയിൽ നിന്നും അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായില്ല. പക്ഷേ 2014 ശേഷം ഇപ്പോൾ ദോക്ലാം സ്റ്റാൻഡ് ഓഫ് ആണെങ്കിലും പിന്നീട് 2020-ലെ ഗാൽവനിലെ സംഘർഷമാണെങ്കിലും ഒരു ശക്തമായ മറുപടി ഈ ചൈനയ്ക്ക് നൽകുന്ന രീതിയിലേക്ക് ഭാരതത്തിൻ്റെ സംവിധാനങ്ങൾ മാറുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലുള്ളൊരു പ്രകോപനമായിരിക്കുമോ ഈ ചൈന നടത്തിയതായി നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത്? തീർച്ചയായിട്ടും. കാരണം ചൈനയെ സംബന്ധിച്ച് നമ്മൾ 2014 മുൻപുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എപ്പോഴും നമ്മൾ 1962-ലെ യുദ്ധത്തിന്റെ സാഹചര്യമാണ് പറയുന്നത്. പക്ഷേ വാസ്തവത്തിൽ മൻമോഹൻ സിംഗ് ഭരണത്തിൽ നിന്ന് മാറുന്നതിന് തൊട്ട് 1 വർഷം മുൻപ് 2013 ചൈന ഡെപ്സാങ് പ്ലെയിൻ എന്ന് പറഞ്ഞ് ലഡാക്കിന്റെ ഭാഗത്തൊരു പ്രദേശമുണ്ട്. ഈ പ്രദേശത്ത് 19 കിലോമീറ്റർ നമ്മുടെ പെട്രോളിങ്ങിന്റെ, അതായത് അതിർത്തിയുടെ ഉള്ളിലേക്ക് കടക്കുകയും ഈ 19 കിലോമീറ്റർ ഉള്ളിൽ കടന്നത് ഗവൺമെന്റിന്റെ വ്യക്തമായ ധാരണ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് മൻമോഹൻ സിംഗ് ഭരിച്ചിരുന്ന സമയത്ത്, സോണിയാഗാന്ധി മൻമോഹൻ സിംഗിനെ ഒരു റബ്ബർ സ്റ്റാൻഡാക്കി ഭരിച്ചിരുന്ന സമയത്ത് ചൈനീസ് പട്ടാളം 19 കിലോമീറ്റർ നമ്മുടെ അതിർത്തി കയറിയതിനു ശേഷവും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ആർമിയെ റിറ്റാലിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെതിരെ ഒരു ശക്തമായിട്ടുള്ള നീക്കം എടുക്കാനോ പ്രചോദിപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിനുള്ള ഓർഡർ നൽകിയിട്ടില്ല. ഡെപ്സാങ് പ്ലെയിനിന്റെ വിഷയം നിങ്ങൾ ജസ്റ്റ് വെറുതെ ഒന്ന് എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നമുക്ക് കിട്ടുന്ന കാര്യമാണ്. അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ നിന്ന് 2017-ലേക്കും 2020-ലേക്കും വരുമ്പോൾ നമ്മുടെ സൈന്യം വളരെയേറെ ശക്തമായിട്ട് തന്നെ തിരിച്ചിതിനെ പ്രതിരോധിക്കുന്ന, അല്ലെങ്കിൽ ചൈനീസ് കടന്നുകയറ്റത്തിനെ തിരിച്ച് അഗ്രസീവായിട്ട് തന്നെ അവരേത് രീതിയിലാണോ നമ്മൾ നേരിടുന്നത് ആ രീതിയിൽ തന്നെ നമ്മൾ തിരിച്ച് നേരിടുന്ന ഒരു പ്രവണത നമുക്ക് വന്നു ചേർത്തിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ 2020-ലെ ഗാൽവൻ ക്ലാഷ്. അപ്പോൾ ഗാൽവൻ ക്ലാഷ് എന്ന് പറയുമ്പോഴത്തേക്കും ചൈനീസ് പട്ടാളം സ്ഥിരം നമ്മളോട് കാണിക്കുന്ന പോലെ അതിർത്തിയിലേക്ക് കടന്നു കയറി നമ്മുടെ പെട്രോളിംഗ് നടത്തുന്ന സ്ഥലങ്ങളിലേക്ക് വന്നതിന് ശേഷം അത് അവരുടെ സ്ഥലമാണ്, നിങ്ങളുടെ സ്ഥലമല്ല, അതുകൊണ്ട് ഇത് മാറിത്തരണം എന്നൊക്കെയുള്ള അവകാശവാദങ്ങളുമായിട്ട് എത്താറാണ് പതിവ്. ഗാൽവനിലും സംഭവിച്ചത് അത് തന്നെയാണ്. അപ്പൊ ഗാൽവന്റെ ക്ലാഷ് 2020 ജൂണിലാണ് സംഭവിച്ചത്, ജൂൺ 15-ലാണ് സംഭവിച്ചത്. ഈ ഗാൽവൻ ക്ലാഷ് നടന്നതിന് ശേഷം വെറും 5 ദിവസത്തിനകത്ത് അതിർത്തിയിലെ റൂൾസ് ഓഫ് എൻഗേജ്മെന്റ് അമെൻഡ് ചെയ്ത് നമ്മുടെ സൈന്യത്തിനെ സഹായിക്കുകയാണ് ഗവൺമെന്റ് ചെയ്തത്, അല്ലെങ്കിൽ നമ്മുടെ സൈന്യത്തിന് കൂടുതൽ അപ്പർ ഹാൻഡ് നൽകുകയാണ് ഗവൺമെന്റ് ചെയ്തത്. അപ്പൊ അതുവരെയുള്ള 96-ലും 95-ലും ഒക്കെ നമ്മൾ ബോർഡർ സെക്യൂരിറ്റിയുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള, ചൈനയുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സമാധാന കരാറുകളുടെ എല്ലാം ഒരു അമെന്റ്മെന്റ് ആണ് ഈ 2020 നടത്തിയത്. അതിന്റെ ആ ഒരു അമെന്റ്മെന്റ് പ്രകാരം സൈന്യത്തിന് അതിർത്തിയിൽ സവിശേഷ സാഹചര്യങ്ങൾ ഉടലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആയുധങ്ങൾ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഫീൽഡ് കമാൻഡർ ആയിട്ടുള്ള ഒരാൾക്ക് പൂർണ്ണമായിട്ടും ആ സാഹചര്യം വിലയിരുത്തിക്കൊണ്ട്
യുക്തമായിട്ടുള്ള നടപടികൾ എടുക്കാം. അതിപ്പോ ചൈനീസ് മറുപടിയെ ചൈനയെ ഇപ്പോൾ കയ്യാങ്കളിയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് നമുക്ക് കയ്യാങ്കളിയാവാം, ആയുധങ്ങളാണെന്നുണ്ടെങ്കിൽ ആയുധങ്ങളാവാം. അങ്ങനെയുള്ള രീതിയിലേക്ക് അതിനെ അമെൻഡ് ചെയ്തുകൊണ്ട് പൂർണ്ണമായും നമ്മുടെ സൈനികരുടെ പക്ഷത്ത് തീർന്നിട്ടുള്ള നടപടികൾ സ്വീകരിച്ചത് 2014 ശേഷമാണ്. അപ്പോൾ ഗാൽവൻ ക്ലാഷ് ഇപ്പോൾ 2024 വരെ നീളുന്ന 4 വർഷത്തെ ഏറ്റവും വലിയൊരു സ്റ്റാൻഡ് ഓഫ് ആയിരുന്നു. അതിലിപ്പോ 1-2 വർഷങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ സംഘർഷം അതിന്റെ ഒരു മൂർധന്യാവസ്ഥയിലെത്തിയത്. പക്ഷെ അതിനു മുമ്പ് നമ്മളിപ്പോ ഒരു 2017 ഡോക്ലാം വിഷയം എടുത്തു കഴിഞ്ഞാലും സമാനമായിട്ടുള്ള 75 ദിവസത്തെ സ്റ്റാൻഡ് ഓഫ് ആയിരുന്നു. പക്ഷെ അവിടെയും ഇന്ത്യ ഇതേപോലെ ചൈനീസ് അധിനിവേശങ്ങൾക്ക് അല്ലെങ്കിൽ ചൈനീസ് കടന്നുകയറ്റത്തിനെ ശക്തമായിട്ട് പ്രതിരോധിച്ചുകൊണ്ട് സൈന്യത്തിന്റെ കരുത്ത് വ്യക്തമായിട്ട് പ്രകടിപ്പിച്ചിട്ടുള്ള ചുരുക്കം ചില സന്ദർഭങ്ങൾ ഒന്ന് തന്നെയാണ്. അതിൽ എന്തായാലും ഭരിക്കുന്ന BJP ഗവൺമെന്റും അതുപോലെ തന്നെ മറ്റെല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ്. ഓക്കെ ശ്രീ പ്രേം ശൈലേഷ്, വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.